السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് അതിൻ്റെ പാതിയിലേക്ക് നമ്മൾ എത്തുന്നു. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമളാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ വിശുദ്ധ റമളാനെ സുന്ദരമായി സലാം പറയാൻ, ഈ വിശുദ്ധ റമളാനിന്റെ പരിശുദ്ധി പരിപൂർണമായി ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, വിജയം നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? വിജയം നിങ്ങൾ ആവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ നമ്മളിൽ വേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, വിശുദ്ധ ഖുർആൻ ലോക ജനതയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ കൈമുതലാക്കിയവരും മാത്രമേ വിജയം ആവർത്തിച്ചാസ്വദിച്ചിട്ടുള്ളൂ. വിജയം ആവർത്തിച്ചാസ്വദിച്ചവർ ആ പ്രാർത്ഥനയെ കൈമുതലാക്കിയവരാണ്. എന്താണെന്ന് അറിയുമോ? വഖുൽ റബ്ബി സിദ്നി ഇൽമാ, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ, എനിക്ക് നിന്റെ അറിവുകളെ ഏറ്റി തരണം റഹ്മാനെ. പ്രാർത്ഥിച്ചു കുത്തിയിരുന്നാൽ പോരാ, അറിവേറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു കുത്തിയിരുന്നാൽ പോരാ. പുതിയ അറിവുകളുടെ വാതിലുകൾ നാം തേടി യാത്ര ചെയ്യണം. പുതിയ അറിവുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നാം അന്വേഷിച്ച് കണ്ടെത്തണം. എന്നാൽ മാത്രമേ വിജയം നമുക്ക് ആവർത്തിച്ചാസ്വദിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ആയുധം അറിവാണ്. നമുക്കെവിടെയും പറയാനുള്ളത് അറിവാണ്. നമുക്കെവിടെയും ചൊല്ലിക്കൊടുക്കാനുള്ളതും കാട്ടിക്കൊടുക്കാനുള്ളതും അറിവാണ്. ആ അറിവിനോളം വളരുന്ന വേറൊന്ന് ലോകത്തിന്റെ മുമ്പിലില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറക്കിയ വിശുദ്ധ വാചകം ഇഖ്റ. വായിക്കണേ, പഠിക്കണേ, അറിയണേ. നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തെ ഉൾക്കൊള്ളണമെങ്കിൽ വായിച്ചേ മതിയാകൂ, അറിഞ്ഞേ മതിയാകൂ. അള്ളാഹുവിന്റെ ഈ ലോകത്തെക്കുറിച്ചും അവന്റെ അനുഗ്രഹങ്ങളുടെ എണ്ണിയാൽ തീരാത്ത കാണാമറയത്തുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന അനുഗ്രഹങ്ങളും അറിയണമെങ്കിൽ നാം പഠിക്കണം. വഖുൽ റബ്ബി സിദ്നി ഇൽമാ, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. ഈ പ്രാർത്ഥന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും നിങ്ങൾക്ക് വിജയം ആവർത്തിച്ചാസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വായിക്കാനും പഠിക്കാനും മുതിരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം ആസ്വദിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുധം അറിവാണ്. അറിവിനെ ആയുധമാക്കുക, പ്രാർത്ഥനയെ പരിചയാക്കുക, പ്രതീക്ഷയെ വഴിയാക്കുക. എന്നാൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അറിവിനെ ആയുധമാക്കി, പ്രാർത്ഥനയെ പരിചയാക്കി, പ്രതീക്ഷയെ വഴിത്താരയാക്കിയവർ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. വിജയത്തിന്റെ സോപാനങ്ങൾ അവർക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു നമുക്ക് വിജയങ്ങളുടെ സർവാലങ്കാരങ്ങളും നൽകി അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.